തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക വന്നപ്പോൾ ചിലർ എതിരില്ലാതെയും മറ്റ് ചിലർ ഔട്ട്. ഇടത്തോട്ട് തിരിഞ്ഞാലും വലത്തോട്ട് തിരിഞ്ഞാലും പ്രശ്നം വിമതരാണ്. അനുനയ നീക്കത്തിനൊടുവിൽ ചിലർ മെരുങ്ങി. സന്ധിയില്ലാതെ കുറച്ചുപേർ വീറോടെ മുന്നോട്ട്. പോരാട്ടത്തിനൊടുവിൽ ആര് വാഴും ആര് വീഴും ഡിസംബർ 13 അറിയാം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. വിമത ഭീഷണിയിൽ മുന്നണികൾ. കണ്ണൂരിൽ 14 CPM സ്ഥാനാർത്ഥികൾക്കെതിരില്ല. വാഗ്ദാന പെരുമഴയുമായി UDF പ്രകടന പത്രിക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസു അഴിക്കുള്ളിൽ തുടരും. റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം മറ്റന്നാൾ. കോടതിക്ക് പുറത്ത് N വാസുവിനെതിരെ BJP പ്രതിഷേധം. വധശിക്ഷയ്ക്ക് വിധിച്ച ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടാൻ നയതന്ത്ര നീക്കവുമായി ബംഗ്ലാദേശ്. ഇന്ത്യക്ക് ഔദ്യോഗികമായി കത്തയച്ചു. ഉഭയകക്ഷി കരാർ പ്രകാരം ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം. പ്രതികരിക്കാതെ ഇന്ത്യ. ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ എവിടെയെന്ന് ആർക്കും അറിയില്ല എന്ന വിമർശനവുമായി BJP. ഇന്ത്യൻ ഇതിഹാസ താരം ധർമ്മേന്ദ്രയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം മുംബൈയിൽ നടത്തി. നഷ്ടമായത് ബോളിവുഡിന്റെ ഹീമാനായ അതുല്യ പ്രതിഭ. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ അന്തർവാഹിനി പ്രതിരോധ യുദ്ധക്കപ്പൽ മാഹി മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നിർമ്മിച്ചത് കൊച്ചി കപ്പൽശാലയിൽ. 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കപ്പൽ രാജ്യത്തിന് അഭിമാനമെന്ന് കരസേനാ മേധാവി. അമൃത TVയുടെ പ്രഥമ ഡിജിറ്റൽ മീഡിയ പുരസ്കാരം സമ്മാനിച്ചു. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും R ശ്രീകണ്ഠൻ നായർക്കും ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം. മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അമൃത ടെലിവിഷൻ മാറിയെന്നും 20 വർഷത്തെ പ്രവർത്തനമേന്മയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടങ്ങിയപ്പോഴുണ്ടായ നിലവാരം 20 വർഷം കഴിയുമ്പോഴും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമൃത TVയുടെ സവിശേഷതയായി ഞാൻ കാണുന്നത്. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയുടെ ലീഡ് 300 കടന്നു. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 201 റൺസിന് പുറത്ത്. മാർക്കോ ജാൻസൺ 6 വിക്കറ്റ്. തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. 4 മരണം. തൂത്തുക്കുടിയിൽ പ്രളയ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. സംസ്ഥാനത്തെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സ്റ്റോറി ഓഫ് ദി ഡേ. പുഴയോരം കാക്കാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രമായിരിക്കുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം 3 മണിവരെ ആയിരുന്നു. റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യാലയത്തിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, നഗരസഭ എന്നിവിടങ്ങളിലും മത്സരാർത്ഥികളുടെ പേര് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം നവംബർ 26 ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന ജീവനക്കാർക്കുള്ള ഉത്തരവ് ബന്ധപ്പെട്ട ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവികൾ, വരണാധികാരികൾ, ഉപവരണാധികാരികൾ എന്നിവർ യഥാസമയം പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ UDFന് ഇത്തവണ മത്സരം കടുക്കും. കാരണം കോർപ്പറേഷനിൽ വിമതർ 10ഓളം ഉണ്ട്. മുൻ ഡെപ്യൂട്ടി മേയർ, മഹിളാ കോൺഗ്രസ് നേതാവ്, മുൻ കൗൺസിലർ, അങ്ങനെ പട്ടിക നീളുന്നു. കൊച്ചി കോണത്ത് ഡിവിഷനിൽ മുൻ ഡെപ്യൂട്ടി മേയർ പ്രേംകുമാർ, ഗിരിനഗറിൽ മഹിളാ കോൺഗ്രസ് നേതാവും മുൻ കൗൺസിലറുമായ മാലിനി കുറുപ്പ്, പാലാരിവട്ടത്ത് മുൻ കൗൺസിലർ ജോസഫ് അലക്സ്, മാനശ്ശേരി ഡിവിഷനിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സോഫിയ രാജു തുടങ്ങിയവരാണ് വിമതരായി മത്സരരംഗത്തുള്ളത്. മുൻ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ബാസ്റ്റിൻ ബാബു 72-ാം ഡിവിഷനിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരരംഗത്തുണ്ട്. മുണ്ടൻവേലി ഈസ്റ്റ് ഡിവിഷനിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആഷ്ലി, മൂലംകുഴി ഡിവിഷൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സോണി, പള്ളുരുത്തിയിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയും ബ്ലോക്ക് സെക്രട്ടറിയുമായ ഹസീന എന്നിവരും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയാണ്.
UDF-നെതിരെ മത്സരരംഗത്തുള്ള വിമതർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജയസാധ്യത നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നതെന്നും ഷിയാസ് പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമതർ ഇടതും വലതും ഒക്കെയുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കണക്ക് നോക്കിയാൽ UDF-ന് 7 LDF-ന് 5 വിമതശല്യമുണ്ട്. ഉള്ളൂർ, ചെമ്പഴന്നി, വാഴോട്ടുകോണം, കാച്ചാണി, വിഴിഞ്ഞം വാർഡുകളിലാണ് CPM വിമതരുള്ളത്. ഉള്ളൂർ, ആറ്റിപ്ര, പൗണ്ട് കടവ്, വിഴിഞ്ഞം, പുഞ്ചക്കരി, കഴക്കൂട്ടം, മണ്ണന്തല വാർഡുകളിലാണ് UDF വിമതരുള്ളത്. പൗണ്ട് കടവിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ 4 UDF-ന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ NDA-ക്കെതിരെ ഒരു വിമതൻ മത്സരിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ UDF-നും LDF-നും 4 വീതവും NDA-ക്ക് 2 വിമതരും രംഗത്തുണ്ട്. വർക്കലയിൽ UDF-ന് 2, LDF-ന് 1 വിമതനും മത്സര രംഗത്തുണ്ട്. പാർട്ടിക്ക് കളങ്കം വരുത്തില്ല. കോൺഗ്രസ് വിമതനായ ജഷീർ പള്ളിവയൽ പത്രിക പിൻവലിച്ചു. എന്നാലും വയനാട് ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം നഷ്ടമാകുമോ എന്ന ആശങ്ക UDF-നുണ്ട്. കാരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർക്കെതിരെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചിട്ടില്ല. DCC-യിലെ ഒരു വിഭാഗം നേതാക്കളുടെ ഇടപെടലും കാരണമായി പറയുന്നുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ അസ്വാരസ്യങ്ങൾ അവസാനിച്ചിട്ടില്ല. പനമരം ബ്ലോക്ക് പൂതാടി ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി കണിയാമ്പറ്റ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജേക്കബ് രംഗത്തുണ്ട്. അവസാന നിമിഷം വരെ ബിനുവിനെ പിന്തിരിപ്പിക്കാൻ DCC നേതൃത്വം ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. മുസ്ലിം പ്രാതിനിധ്യമില്ലെന്ന സമസ്തയുടെ ആരോപണങ്ങൾക്കിടയിൽ ഷംഷാദ് മരക്കാരെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം നേതാക്കളാണ് ബിനു ജേക്കബിനെ പിന്തുണയ്ക്കുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മീനങ്ങാടി ജില്ലാ ഡിവിഷനിലും വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട്. അതോടൊപ്പം പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വിമതർ പത്രിക പിൻവലിക്കാത്തത് കോൺഗ്രസിന് തലവേദനയാണ്. അമൃത ന്യൂസ്, വയനാട്. ഫലം വരാൻ ഡിസംബർ 13 വരെ കാക്കേണ്ടി വന്നില്ല. കണ്ണൂർ ജില്ലയിലെ നഗരസഭകളിൽ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾ 5 ഇടങ്ങളിലാണ് എതിരില്ലാതെ ജയിച്ചത്. അതോടെ ആരോപണ പ്രത്യാരോപണങ്ങളും തുടങ്ങി. ഭീഷണിയാണ് UDF സ്ഥാനാർത്ഥികളുടെ പിന്മാറ്റത്തിന് കാരണമെന്ന് കോൺഗ്രസും UDF-ന് സ്ഥാനാർത്ഥിയാകാൻ ആളെ കിട്ടിയില്ല എന്ന ഇടതുപക്ഷവും ആക്ഷേപമുന്നയിക്കുന്നു. കണ്ണൂർ, തളിപ്പറമ്പ്, ആന്തൂർ നഗരസഭകളിലുൾപ്പെടെ 5 ഇടങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ആന്തൂരിൽ കോടല്ലൂർ, തളിയിൽ എന്നീ വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി. 13-ാം വാർഡ് കോടല്ലൂർ EC രജിത, 18-ാം വാർഡ് തളിയിൽ KV പ്രേമരാജൻ എന്നിവരുടെ എതിർ സ്ഥാനാർത്ഥികളായ UDF-ന്റെ പത്രികയാണ് തള്ളിയത്. കൂടാതെ 5-ാം പീടിക വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിവ്യ പത്രിക പിൻവലിക്കുകയും ചെയ്തു. ലിവ്യയെ CPM തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതായാണ് കോൺഗ്രസ് ആരോപണം. സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവാത്തതിന്റെ ഉത്തരവാദിത്വം തങ്ങളുടെ തലയിലിടുകയാണെന്ന് CPM വ്യക്തമാക്കി. CPM ഭീഷണി കാരണം സ്ഥാനാർത്ഥികളാവാൻ സ്ത്രീകൾ ഉൾപ്പെടെ തയ്യാറാവുന്നില്ലെന്ന് UDF നേതൃത്വം നേരത്തെ ആരോപിച്ചിരുന്നു. ആന്തൂരിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വധഭീഷണിയുണ്ടായിരുന്നു. CPM ഭീഷണി മറികടന്ന് സ്ഥാനാർത്ഥിയാവാൻ ആളെ കിട്ടുന്നില്ല എന്നതാണ് UDF പ്രതിസന്ധി. അമൃത ന്യൂസ്, കണ്ണൂർ. കുറഞ്ഞ വരുമാനമുള്ളവർക്ക് വീട്, ഭക്ഷണത്തിന് ഇന്ദിരാ ക്യാൻറ്റീൻ, തെരുവുനായ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വാഗ്ദാന പെരുമഴയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF പ്രകടന പത്രിക എത്തിയിട്ടുണ്ട്. വെറും വാക്കല്ല, നടക്കും. കാരണം എല്ലാം വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പൊതുജനാരോഗ്യം, വന്യജീവി ശല്യം തടയൽ, ദുരന്ത നിവാരണത്തിന് അടിയന്തര സഹായം നൽകൽ എന്നിവയ്ക്കായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകുമെന്നാണ് UDF വാഗ്ദാനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. വന്യജീവികളിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകും. തെരുവുനായ ശല്യത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കും. ആശാപ്രവർത്തകർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും 2000 രൂപ അനുവദിച്ചു നൽകും. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് 2 വർഷത്തിൽ ഒരിക്കലാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ കാർബൺ ന്യൂട്രലാക്കി മാറ്റും. ചരിത്രത്തിലാദ്യമായി വാർഡുകൾക്ക് ഉപാധിരഹിതമായ ഫണ്ട് അനുവദിക്കുമെന്നും പ്രകടന പത്രികയിൽ UDF വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ജനിച്ച് കൊല്ലുന്ന രീതിയിലുള്ള അലോക്കേഷൻസ് ആണ് നടന്നിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അവകാശമാക്കി മാറ്റും. ബജറ്റിൽ സൂചിപ്പിച്ച പ്ലാൻ ഫണ്ട് പൂർണ്ണമായി നൽകും. ഓരോ വർഷവും ആ ഫണ്ട് വിഹിതത്തിൽ 10%
വർധനവ് ഉറപ്പുവരുത്തും. സീറോ വേസ്റ്റേജ് എന്നാണ് UDF ലക്ഷ്യം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രത്യേക പദ്ധതിക്ക് രൂപം നൽകും. തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പർ വെക്കും. നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി നടപ്പിലാക്കും. പിൻവാതിൽ നിയമനം പൂർണ്ണമായും തടയുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്നു. ഞങ്ങളിതെല്ലാം വളരെ ഇഴകേറി പരിശോധിച്ചതാണ്. നടപ്പാക്കാനുള്ള സാങ്കേതികമായ തടസ്സങ്ങളോ നിയമപരമായ തടസ്സങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ പദ്ധതികൾ, അതായത് നടപ്പാക്കാൻ കഴിയും എന്ന് 100% ആത്മവിശ്വാസമുള്ള പദ്ധതികളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അഭിമാനപൂർവ്വമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. പദ്ധതികൾ നടപ്പിലാക്കാൻ നിയമപരമോ സാങ്കേതികമായ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ്, നേതാക്കളായ രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും ഒട്ടേറെയുണ്ട് SITക്ക് കണ്ടെത്താൻ. അതിന് ഗൂഢാലോചനയുടെ മുഖ്യകണ്ണി പത്മകുമാറിനെ കസ്റ്റഡിയിൽ കിട്ടിയേ തീരും. അതിനായി കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് അന്വേഷണ സംഘം. തീരുമാനം മറ്റന്നാളുണ്ടാകും. N. വാസുവിന്റെ റിമാൻഡ് കാലാവധി വിജിലൻസ് കോടതി വീണ്ടും നീട്ടിയിട്ടുണ്ട്. തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെയും N. വാസുവിന്റെയും ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SIT നീക്കം. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇതിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. ബുധനാഴ്ച കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. പത്മകുമാറിൽ നിന്ന് ലഭിക്കുന്ന നിർണായക വിവരങ്ങളിലൂടെ അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമെന്നാണ് സൂചന. വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി കഴിഞ്ഞ ദിവസം SIT കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി കോടതി വാസുവിനെ ചോദ്യം ചെയ്യാനായി അനുവദിക്കുകയും ചെയ്തു. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷയിലും വിജിലൻസ് കോടതി ഈ നിലപാട് സ്വീകരിച്ചേക്കും. അതേസമയം പത്മകുമാറിന്റെ അറസ്റ്റോടെ CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. തിരുവാഭരണം കമ്മീഷണറായ KS ബൈജുവിന്റെയും N. വാസുവിന്റെയും ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് വാസുവിനെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് കസ്റ്റഡി 14 ദിവസത്തേക്ക് കൂടി നീട്ടിയത്. കോടതിക്ക് പുറത്ത് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP പ്രവർത്തകർ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചു. വലിയ സുരക്ഷ ഒരുക്കിയാണ് N. വാസുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമലയിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് തീർത്ഥാടകർ കടന്നു പോകുന്നത് എന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. സ്വർണം സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയടിച്ചു. ഇത് ആവർത്തിക്കാതിരിക്കാൻ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നാണ് ഭക്തർ ആഗ്രഹിക്കുന്നതെന്നും V. മുരളീധരൻ പറഞ്ഞു. ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ അയ്യപ്പ ഭക്തർ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വർഷത്തെ തീർത്ഥാടനം നടക്കുന്നത്. ഈ വസ്തുക്കളൊക്കെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകളുടെ തന്നെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത, ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഈ തവണത്തെ തീർത്ഥാടനം നടക്കുന്നത്. വധശിക്ഷ നടപ്പാക്കണം. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടുമോ എന്ന് പലതവണ ബംഗ്ലാദേശ് ഇന്ത്യയോട് ചോദിച്ചു. മറുപടിയില്ല. ഇന്നിപ്പോൾ നയതന്ത്രക്കുറിപ്പ് കൈമാറിയിരിക്കുകയാണവർ. അപ്പോഴും ഇന്ത്യ മൗനത്തിലാണ്. ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന് ഇന്ത്യയോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബംഗ്ലാദേശ്. നയതന്ത്രക്കുറിപ്പ് ഇന്ത്യക്ക് കൈമാറിയെന്ന് ബംഗ്ലാദേശ് സർക്കാർ അറിയിച്ചു. നേരത്തെ ഹസീനയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രേഖാമൂലം ഉന്നയിച്ചിരുന്നില്ല. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. രേഖാമൂലം ബംഗ്ലാദേശ് ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്പോൾ നിലപാട് അറിയിക്കുമെന്നാണ് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നത്. ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് പ്രശ്നം രൂക്ഷമാക്കാനേ ഇടയാക്കൂ എന്നും പ്രശ്നപരിഹാരത്തിന് സഹായകമാകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. പ്രശ്നപരിഹാരത്തിന് എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്തി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അന്താരാഷ്ട്ര കോടതി ശിക്ഷിച്ച ഷെയ്ഖ് ഹസീനയെ രാജ്യത്തെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ധാക്കയിലും രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ്. കോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. 2024 വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ
ഇതിനിടെ നടന്ന കൊലപാതകങ്ങൾക്ക് നവംബർ 17-നാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്ക് മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിനും വധശിക്ഷ വിധിച്ചിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കൊപ്പം അസദുസ്മാൻ ഖാൻ കമാലും ഇന്ത്യയിലുണ്ട്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി കൈമാറ്റ കരാർ പ്രകാരം 2 കുറ്റവാളികളെയും കൈമാറണമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്നത് സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയും നീതിയോടുള്ള അവഗണനയുമായി കണക്കാക്കുമെന്നും രേഖാമൂലം ഇന്ത്യയോട് ആവശ്യമുന്നയിക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രേഖാമൂലം ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ഇന്ന് ചുമതലയേറ്റു. ഹരിയാനയുടെ അഭിമാനമായി മാറുകയാണ് അദ്ദേഹം. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാനയിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുതിയ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. मैं सूर्यकांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ कि मैं ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ജസ്റ്റിസ് സൂര്യകാന്തിന്റെ കുടുംബാംഗങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമായി. 1962 ഫെബ്രുവരിയിൽ ഹരിയാനയിലെ ഹിസാർ ഗ്രാമത്തിൽ കർഷക കുടുംബത്തിലായിരുന്നു സൂര്യകാന്തിന്റെ ജനനം. സംസ്കൃത അധ്യാപകനും കർഷകനുമായ അച്ഛനിൽ നിന്ന് മാറി നിയമവഴിയിലൂടെയായിരുന്നു സൂര്യകാന്തിന്റെ യാത്രകൾ. 1984 നിയമത്തിൽ ബിരുദം. പിന്നീട് കുരുക്ഷേത്ര സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ 1ാം ക്ലാസ്സോടുകൂടി ബിരുദാനന്തര ബിരുദം നേടി അഭിഭാഷക വൃത്തിയിലേക്ക്. പിന്നീട് പടിപടിയായി പദവികൾ തേടിയെത്തി. ഹിമാചൽ പ്രദേശിന്റെയും ഹരിയാനയുടെയും ചീഫ് ജസ്റ്റിസ് ചുമതല വഹിച്ചു. 2019 സുപ്രീം കോടതി ജഡ്ജിയായി ചുമതല ഏറ്റെടുത്തു. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗമായി. 2027 ഫെബ്രുവരി 9 വരെയുള്ള 15 മാസം ജസ്റ്റിസ് സൂര്യകാന്തിന് പദവിയിൽ തുടരാനാകും. കേരളത്തിലെ SIR കേസ് ഉൾപ്പെടെ ഇനി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ പ്രതിപക്ഷ നിര ശൂന്യം. ഭരണഘടനയെക്കുറിച്ച് വാചാലരാകുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും എവിടെയെന്ന് ചോദിക്കുകയാണ് BJP. എന്തുകൊണ്ട് വിട്ടുനിന്നു എന്ന് ആർക്കും അറിയില്ല എന്ന് BJP വക്താവ് അമിത് മാളവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചപ്പോൾ രാഹുൽ ചടങ്ങ് ബഹിഷ്കരിച്ചതാണെന്ന് BJP ദേശീയ വക്താവ് CR കേശവനും ആരോപിച്ചു. ഇന്ത്യൻ ഇതിഹാസ താരം ധർമ്മേന്ദ്രയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ശ്വാസതടസ്സത്തെ തുടർന്ന് ഒക്ടോബർ അവസാനം മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട നടൻ ആശുപത്രി വിട്ട് 12 ദിവസത്തിന് ശേഷമാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വസതിയിലേക്ക് മാറ്റിയത്. ഈ വരുന്ന ഡിസംബർ 8-ന് 90-ാം പിറന്നാൾ ആഘോഷിക്കാനിരിക്കെയാണ് അന്ത്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം മുംബൈയിലെ ശ്മശാനത്തിൽ നടത്തി. ധർമ്മേന്ദ്ര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് തലമുറകളെ വിസ്മയിപ്പിച്ച താരം. ബോളിവുഡിന്റെ ഹീമാൻ. മുംബൈയിലെ മിനർവ തിയേറ്ററിൽ 5 വർഷത്തിലേറെ തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ട തീക്കനലായ ഷോലെ പോലെ ആരാധകരെ ത്രസിപ്പിച്ച എത്രയെത്ര ചിത്രങ്ങൾ. ബോളിവുഡിന്റെ ഇതിഹാസ താരം വിടവാങ്ങുമ്പോൾ ഓർമ്മകൾ ഓരോന്നായി തെളിയുകയാണ് ആരാധകരുടെ മനസ്സിൽ. दोस्तों, जिंदगी बहुत खूबसूरत है. खुली लटों की छांव में ഇന്ത്യൻ സിനിമയിൽ പുരുഷ സൗന്ദര്യത്തിന്റെ പര്യായമായി തിളങ്ങിയ ഇതിഹാസ താരം കൈതൊട്ട വേഷങ്ങളെല്ലാം സൂപ്പർ ഹിറ്റാക്കി ബോളിവുഡിലെ ഹീമാനായി മാറി ധർമ്മേന്ദ്ര. 6 പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിനിടെ 300-ലേറെ സിനിമകൾ, ഏറ്റവും കൂടുതൽ ഹിറ്റുകളിൽ അഭിനയിച്ച് നിർമ്മാതാക്കൾക്ക് മിനിമം സാമ്പത്തിക വിജയമെങ്കിലും ഉറപ്പാക്കുമെന്ന ഖ്യാതി അദ്ദേഹത്തിന്റെ നേട്ടമായിരുന്നു. ധർമ്മേന്ദ്രയിലെ സിനിമാ മോഹത്തെ ഊട്ടിയുറപ്പിച്ചത് 1960-ലെ ഫിലിംഫെയർ മാസികയുടെ പ്രതിഭാ പുരസ്കാര നേട്ടമാണ്.
പരുക്കൻ സൗന്ദര്യവും ആഴത്തിലുള്ള ശബ്ദവും കൈമുതലാക്കി സിനിമാ മോഹവുമായി 19-ാം വയസ്സിൽ മുംബൈയിലേക്ക്. അതിനു തൊട്ടുമുൻപ് പ്രകാശ് കൗറുമായുള്ള വിവാഹം. ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, വിജേത ഡിയോൾ, അജിത ഡിയോൾ എന്നിവർ ഈ ബന്ധത്തിലെ മക്കളാണ്. 1960-ൽ ദിൽ ഭി തേര ഹം ഭി തേരെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമാ അരങ്ങേറ്റം. പിന്നീടങ്ങോട്ട് 60-75 കാലഘട്ടത്തിലെ ഹിറ്റുകളുടെ ഘോഷയാത്ര. മീനാകുമാരിയുമായി കാജൽ പൂർണിമ, ഫൂൽ ഓർ പത്തർ തുടങ്ങി 7ഓളം ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായതോടെ ഇരുവരും പ്രണയത്തിലെന്ന കഥകളും സജീവമായി. 1968ലാണ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ സിനിമയിലെ സ്വപ്നസുന്ദരിയായി മാറിയ ഹേമമാലിനി ധർമ്മേന്ദ്രയുടെ ഹൃദയത്തിൽ ചേക്കേറിയത്. 70ൽ പുറത്തിറങ്ങിയ ഹസീം മേ ജവാൻ എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. ബോളിവുഡ് താരമായ ഹേമമാലിനിയുമായുള്ള വിവാഹത്തിൽ ഇഷ ഡിയോൾ, അഹാന ഡിയോൾ എന്നിവർ അദ്ദേഹത്തിന്റെ മക്കളാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ ഷാഹിദ് കപൂർ കൃതി സനൻ ചിത്രം തേരി ബാത്തോ മേ ഏസാ ഉൽജാ ജിയ, കരൺ ജോഹറിന്റെ റോക്കി ഓർ റാണി കി പ്രേം കഹാനി എന്നിവയിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു. 93ൽ സ്വന്തമായി പ്രൊഡക്ഷൻ ഹൌസ് സ്ഥാപിച്ചു. 2004 മുതൽ 2009 വരെ BJPയെ പ്രതിനിധീകരിച്ച് രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് ലോക്സഭാംഗമായി. തികച്ചും ഒരു സ്വപ്നജീവിയെന്നൊക്കെ സ്വയം വിശേഷിപ്പിച്ചിരുന്നുവെങ്കിലും സിനിമയില്ലാതായാൽ ജീവിക്കാൻ പ്ലാൻ ബി എപ്പോഴും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അതായിരുന്നു ധർമ്മേന്ദ്രയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ട ഇടവുമായ മുംബൈ ലോണാവാലിയിലെ ഫാം ഹൌസ്. ഇവിടെയായിരുന്നു നഗരത്തിരക്കുകളിൽ നിന്ന് മാറി ധർമ്മേന്ദ്ര കൃഷിയും മൃഗപരിപാലനവുമൊക്കെയായി സമയം ചെലവഴിച്ചിരുന്നത്. ഗരം ധരം ദാബ എന്ന റെസ്റ്റോറന്റ് ശൃംഖലയുടെ ഉടമസ്ഥൻ കൂടിയാണ് ധർമ്മേന്ദ്ര. ബോളിവുഡ് തനിക്ക് പതിച്ചു നൽകിയ ഹീമാൻ എന്ന പേരിലും അദ്ദേഹം റെസ്റ്റോറന്റ് നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച INS മാഹി കമ്മീഷൻ ചെയ്തു. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന ചടങ്ങിലാണ് അത്യാധുനിക അന്തർവാഹിനി വേധയുദ്ധക്കപ്പൽ സേനയുടെ ഭാഗമായത്. ആത്മനിർഭർ ഭാരതിന്റെ കരുത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡാണ് കപ്പൽ നിർമ്മിച്ചത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയാണ് കപ്പൽ വികസിപ്പിച്ചെടുത്തത്. ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികളെ പ്രതിരോധിക്കാനും തീരദേശ പെട്രോളിങ്ങിനുമാണ് ഇവയെ പ്രധാനമായും ഉപയോഗപ്പെടുത്തുക. എല്ലാവിധ സമുദ്ര ദൗത്യങ്ങൾക്കും ഉതകുന്ന വിധത്തിലാണ് കപ്പലിന്റെ രൂപകൽപ്പന. നൂതന സോണാർ സിസ്റ്റമാണ് ഇതിന്റെ പ്രത്യേകത. കടലിനടിയിലെ ശബ്ദമില്ലാതെ നിരീക്ഷണം നടത്താൻ ഇവ സഹായിക്കും. ശത്രു അന്തർവാഹിനികളെ തിരയാനും കൃത്യമായി ട്രാക്ക് ചെയ്യാനും കഴിയും. INS മാഹിയുടെ ചിഹ്നത്തിൽ കളരിമുറയിൽ ശത്രുക്കളെ ചുഴറ്റി വീഴ്ത്തുന്ന ഉറുമിയും ഇടം പിടിച്ചിട്ടുണ്ട്. 78 മീറ്ററാണ് യുദ്ധക്കപ്പലിന്റെ നീളം. 14 നോട്ടിക്കൽ മൈൽ വേഗതയിൽ 1800 നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയും. മാഹിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന 2 ബോട്ടുകളുമുണ്ട്. 7 ഓഫീസർമാരും 50 നാവികരും ഉൾപ്പെടെ കപ്പലിൽ ആകെ 57 ജീവനക്കാരാണ് ഉള്ളത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയാണ് വികസിപ്പിച്ചെടുത്തത്. IRL ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചർ, നേവൽ സർഫസ് ഗൺ 30 mm, ട്രിപ്പിൾ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ലോഞ്ചറുകളടക്കം കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് മാഹി ക്ലാസ് യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തത്. ഈ കപ്പലിനെ സേവനത്തിൽ ഉൾപ്പെടുത്തിയതോടെ നാവികസേന കൂടുതൽ ശക്തി പ്രാപിച്ചു. അതേസമയം മാഹി കമ്മീഷൻ ചെയ്തതോടുകൂടി ഇന്ത്യൻ നാവികസേന പുതിയ തലമുറയിലെ ആഴം കുറഞ്ഞ ജലയുദ്ധക്കപ്പലായി തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അമൃത TVയുടെ 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രഥമ ഡിജിറ്റൽ മീഡിയ പുരസ്കാര സമർപ്പണം കൊച്ചിയിൽ നടന്നു. വൈറ്റില സ്റ്റുഡിയോ കോംപ്ലക്സിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ സഫാരി TV മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര, ഫ്ലവേഴ്സ് TV 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ R ശ്രീകണ്ഠൻ നായർ എന്നിവർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി അമൃത ടെലിവിഷൻ മാറിയെന്നും ഗുണമേന്മ കാത്തുള്ള 20 വർഷത്തെ പ്രവർത്തനമാണ് അമൃത ടെലിവിഷന്റെ മേന്മയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മൂല്യാധിഷ്ഠിതമായ ഡിജിറ്റൽ വീഡിയോ സൃഷ്ടികൾ വഴി സമൂഹ മാധ്യമങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിച്ച താരങ്ങളെയാണ് അമൃത ടെലിവിഷൻ ഡിജിറ്റൽ പുരസ്കാര ചടങ്ങിൽ ആദരിച്ചത്. സഫാരി TV മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോർജ് കുളങ്ങര, ഫ്ലവേഴ്സ് TV 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ R ശ്രീകണ്ഠൻ നായർ എന്നിവർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മലയാളിയുടെ ഹൃദയത്തിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ചാർത്തിയ കയ്യൊപ്പാണ്
അമൃത TV എന്ന് വി ഡി സതീശൻ പറഞ്ഞു. തുടങ്ങിയപ്പോഴുണ്ടായ നിലവാരം 20 വർഷം കഴിയുമ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അമൃത TV സവിശേഷതയായി ഞാൻ കാണുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കാണുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നു. പണ്ടൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആദ്യം വാർത്ത വിശ്വസിക്കും. ഇപ്പം എന്നെ പോലെ ഒരാൾ ആദ്യം ഒരു വാർത്ത ഡിജിറ്റൽ മീഡിയയിൽ കണ്ടാൽ അത് അവിശ്വസിക്കും ആദ്യം. എന്നിട്ടാണ് പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് അത് വിശ്വസിക്കാൻ നമ്മൾ ആരംഭിക്കുന്നത്. കാരണം എത്ര വലിയ കുഴപ്പം ചെയ്ത ഒരാളെ, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് കഴിയും. വിനോദ പരിപാടികളിൽ വലിയ മാറ്റത്തിന് തുടക്കമിട്ട ചാനലാണ് അമൃത TV എന്നും അമൃത TV പരിപാടികൾ വഴിയാണ് പുതുമയുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിർമ്മിക്കാമെന്ന ആത്മവിശ്വാസം ലഭിച്ചതെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു. കേരളത്തിൽ കണ്ണുനീർ പരമ്പരകൾ അരങ്ങുവാണിരുന്നൊരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വ്യത്യസ്തമായ ചില പരിപാടികളുമായി 2005 പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോകളുടെ തുടക്കം അമൃതയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ടെലിവിഷൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. 93 മുതൽ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ടെലിവിഷനിൽ വരുന്ന മാറ്റങ്ങൾ, ലോകത്തെന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൽ ആ മാറ്റത്തിന് തുടക്കമിട്ട ഒരു ചാനൽ എന്ന നിലയിൽ അമൃത കൊണ്ടുവന്ന വിപ്ലവം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ സഫാരി എന്നൊരു ചാനൽ സ്വപ്നം കാണുമ്പോൾ വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും കേരളം സ്വീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു മാതൃക ശരിക്കും അമൃത തന്നെയായിരുന്നു. റേറ്റിംഗ് മത്സരങ്ങൾക്കിടയിലും ചാനലുകൾ തമ്മിൽ സൗഹൃദത്തിൻ്റെ വേദികൾ സൃഷ്ടിക്കാൻ അമൃത TV നടത്തുന്ന പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ കാണുന്നുവെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. നമുക്കൊരു പക്ഷേ ഈ ഒരു പുരസ്കാരം വാങ്ങാൻ വരണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നടക്കാതെ പോയൊരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ഈ ഫ്ലവേഴ്സ് TV സംപ്രേഷണം തുടങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നി, കേരളത്തിലെ ടെലിവിഷൻ ചാനലുകാർ തമ്മിൽ എന്തിനാ ഇത്രയും ശത്രുത, ഉള്ളടക്കത്തിൽ മത്സരിച്ചാൽ പോരെ, അവർക്ക് കാണുമ്പോൾ സംസാരിക്കാനും പത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പോലെ വൈകിട്ടൊരു കോഫി കഴിക്കാനും ഒക്കെ ഒന്നിച്ചു കൂടിക്കൂടെ എന്നുള്ള സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫ്ലവേഴ്സ് TV അവാർഡ് പ്രഖ്യാപിച്ചു. അതിലൂടെ നമ്മൾ കുറേ ആൾക്കാരെ ആദരിക്കാൻ ശ്രമിച്ചു. കുറേ ചാനലുകാർ വന്നു, കുറച്ച് ചാനലുകാർ വന്നില്ല. നമുക്കെന്തുകൊണ്ട് അതൊക്കെ കഴിയുന്നില്ല എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ അതിന് അമൃത TV നടത്തിയ ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും വളരെ നന്നായി. നമുക്കിപ്പോൾ ചാനലുകൾ ഏതായാലും പരിപാടി നന്നായാൽ മതി എന്ന് പറയുന്ന പുതിയ സൂത്രവാക്യം കൊണ്ട് ആളുകൾ പരസ്പരം ബഹുമാനിക്കട്ടെ, പരസ്പരം ആദരിക്കട്ടെ. 2025 സോഷ്യൽ മീഡിയ സ്റ്റാർ പുരസ്കാരങ്ങൾ ഗോവിന്ദ് പത്മസൂര്യ, ജീവ എന്നിവർ ഏറ്റുവാങ്ങി. മികച്ച സോഷ്യൽ വ്ളോഗർ, മികച്ച അഭിമുഖം, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ, ടെക് ചാനൽ, മോട്ടിവേഷണൽ സ്പീക്കർ തുടങ്ങി 20 വിഭാഗങ്ങളിലായി 40 പ്രതിഭകൾ പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും ഏറ്റുവാങ്ങി. അമൃത TV ഡയറക്ടർ മഹാദേവ അയ്യർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണേന്ദ്രൻ, താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ തുടങ്ങിയവർ ചേർന്നാണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. സംഗീത സംവിധായകൻ ശരത്, നടൻ ധ്യാൻ ശ്രീനിവാസൻ, നടി ഗൗരി ജി കിഷൻ, സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുരസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എമർജിംഗ് മീഡിയ എന്ന വിഷയത്തിൽ കോൺക്ലേവും സംഘടിപ്പിച്ചിരുന്നു. അമൃത TVയുമായി സഹകരിച്ച വ്യവസായ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കൻ ആധിപത്യം. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 201 റൺസിൽ അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്ക 288 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി. ഇന്ത്യയെ ഫോളോ ഓൺ ചെയ്യിക്കാതെ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗിനിറങ്ങി. മൂന്നാം ദിനം വെളിച്ചക്കുറവ് മൂലം നേരത്തെ കളി നിർത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടമാകാതെ 26 റൺസ് എടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇപ്പോൾ 314 റൺസിന്റെ ലീഡുണ്ട്. 6 വിക്കറ്റ് എടുത്ത മാർക്കോ ജാൻസനാണ് ഇന്ത്യയുടെ മുന്നേറ്റം തകർത്തത്.